ഗോൾഡൻ കസവ് വരുന്ന സെറ്റ് സാരി വിടർത്തി ഒന്ന് തിരിച്ചു മറിച്ച് നോക്കി നിള. സാരിയെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ആളാണ് നിള. ബ്ലൗസും പാടിയിട്ട് വന്ന് സാരിയുടെ അകമ്പുറവും ഏതെന്ന് തപ്പുവാണ് ആള്. ഇത് എനിക്ക് വലിയ പിടിപാടില്ലാത്ത സംഭവമാണെന്ന് അറിഞ്ഞിട്ടും പോയി സാരി എടുത്തു എന്ന് എന്ത് വെച്ചിട്ടുണ്ടാവോ ചേച്ചി പറഞ്ഞത്. ക്ലോക്കിലേക്കൊന്ന് സമയം നോക്കിക്കൊണ്ട് ഫോൺ എടുത്ത് നീലിമയെ വിളിക്കാൻ തുടങ്ങുന്ന നേരമാണ് ഡോറിൽ മുട്ട് കേൾക്കുന്നത്. സാരി ഉടുപ്പിക്കാൻ ഷീജയെ നീലിമ വിട്ടതാവും എന്ന പ്രതീക്ഷയിൽ നിള സാരി അങ്ങനെയും മേത്തേക്ക് വിരിച്ചിട്ട് പയ്യെ ഡോറ് തുറന്നു. എന്റെ ഹെൽപ്പ് എന്തേലും വേണോ ആവോ? മുന്നിൽ നിൽക്കുന്ന സേതിയെ കണ്ട് നീള അമ്പരന്നു. ഒപ്പം അവളുടെ നോട്ടം സ്റ്റെപ്പിന് താഴേക്ക് പോയി. നോക്കണ്ട, ജിത്തേട്ടനും അവരൊന്നും എത്തിയിട്ടില്ല. ഞാനും പ്രജിനേട്ടനും അമ്മയും സേതു നേരെ ഇങ്ങോട്ട് പോകുന്നു. ആ, അത് നന്നായി. നീ ഒന്ന് പെട്ടെന്ന് ഈ സാരി സെറ്റാക്കി തന്നെ. വാ, നിലമിച്ചി പറഞ്ഞു നീ ഇവിടെ സാരിയുമായി മൽപ്പിടുത്തമാകുന്നു. പറയുന്ന നോക്കും തന്നെ സേതി അകത്തേക്ക് കിടന്ന് വാതിൽ ലോക്ക് ചെയ്തു. 10-15 മിനിറ്റിൽ സാരി എടുപ്പും ഒരുക്കവും കഴിഞ്ഞ് രണ്ടാളും താഴേക്ക് ചെന്നു. നീലിമയുടെ റൂമിൽ ചെല്ലുമ്പോൾ സീമളയും എത്തിയിട്ടുണ്ട്. കുഞ്ഞിച്ചക്കനെ ഒരു മുണ്ടൊക്കെ ഉടുപ്പിച്ച് ഒരുക്കി കിടത്തി നീലിമയും സാരി ഉടുത്തു മുടി ഒതുക്കി കെട്ടാണ്. ഇളയമ എപ്പോ എത്തി? ചെറിയച്ഛന് സൗരം എന്തി? ആ, കല്യാണ പെണ്ണേ. സീമ വന്നവളെ ചേർത്ത് പിടിച്ചു. ചെറിയച്ഛനും അവനും പുറത്തുണ്ട് മോളെ. വിശേഷങ്ങൾ തിരക്കലും സ്നേഹപത്രങ്ങളും നടക്കി ഷീജയും ശ്വേതയും റൂമിലേക്ക് വന്നു. അയ്യോ, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു. ഇളയമ ഇത് സേതി, എന്റെ ഫ്രണ്ടാണ്. ഇത് സേതിയുടെ അമ്മ. ഞാൻ രണ്ടാളെയും പരിചയപ്പെട്ടതാടി. നിന്റെ ചെക്കൻ്റെ അമ്മായിയും മോളും. ഇങ്ങനൊരു പരിചയപ്പെടുത്തൽ ആദ്യമാ. നില സേതിയെ നോക്കി. നിറഞ്ഞ പുഞ്ചിരിയാണ് അവിടെ. നിലയ്ക്ക് അത്ര ഇഷ്ടമായില്ല. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അത് കഴിഞ്ഞ ചെക്കൻ്റെ അമ്മായിയുടെ മോളൊക്കെ. നിലയുടെ ആ പറച്ചിൽ അവിടെ നിന്നവരെല്ലാം ചിരിച്ചു. പേരുവിളിക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികളൊക്കെ എത്തി തുടങ്ങി. വന്നവർക്കൊക്കെ വെൽക്കം ഡ്രിങ്ക് കൊടുത്ത് അകത്തേക്ക് ഇരുത്തുമ്പോഴും നിലയുടെ കണ്ണ് ഗേറ്റിലേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നു. ഡി, അവരെ എത്താൻ ഒരു 15 മിനിറ്റ് കൂടി പിടിക്കും. ഞാൻ അവനെ വിളിച്ചിരുന്നു. നീ എപ്പോഴും നോക്കി കണ്ണ് കളയ്ക്കണ്ട. ഓ, കളിയാക്കി തോളിൽ വന്ന് കഴിക്കുന്ന ജിതിനെ അവളെ തട്ടി നീക്കി. എനിക്കിട്ട് പണിതുന്ന രീതിയിലുള്ള പേരൊന്നും അല്ലല്ലോ അവൻ ഇട്ടേക്കുന്നത്. സ്റ്റേജിൽ സെറ്റ് ചെയ്തേക്കുന്ന ഹായ് നെയിം ബോർഡിലേക്ക് നോക്കിയാണ് ജിതിന്റെ ചോദ്യം. വാ, ഞാൻ പറയാൻ പേര്. നില രഹസ്യമായി പറയാം എന്നോണം അവന്റെ ചെവിയിലേക്ക് കൈ ചേർത്തു. ഏയ്, എനിക്കത് ഓപ്പൺ ചെയ്യുമ്പോൾ അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഒരു ബോധമില്ലേ ജിതിനേട്ടാ? നിങ്ങൾ ആദ്യം ബാവയുടെ ചെവിയിൽ പേര് വിളിച്ചത് ശേഷമല്ലേ നെയിം ബോർഡ് ഓപ്പൺ ആക്ക. അപ്പൊ പേരറിയണ്ടേ? അതോ ജിതിനേട്ടനല്ലേ പേര് വിളിക്കുന്നത്? ഓ, അങ്ങനെയാണല്ലേ. എന്നാ നീ പേര് പറ. കഷ്ടം എന്ന ഭാവനെ നീല അവന്റെ ചെവിയിൽ രഹസ്യം പോലെ ആ നെയിം ഒഴിഞ്ഞു. ജിതിൻ കണ്ണൊന്ന് വിടർത്തി അവളെ നോക്കുന്നേരം വിശ്വത്തിന്റെ കാർ ഗേറ്റ് കടന്നു വന്നു. അച്ഛാ. അച്യുതനെ വിളിച്ച് ജിതിൻ വേഗം അവർക്കടുത്തേക്ക് നീങ്ങിയപ്പോൾ നീല അകത്തേക്ക് കയറി സേതിക്കും നീലിമയ്ക്കൊപ്പം നിന്നു. വിശ്വത്തിന്റെ കാറിൽ നിന്നും വിജയനും വനജയും വൃന്ദയും ബിന്ദുവും ഇറങ്ങി. അടുത്ത വണ്ടിയിൽ പ്രസന്നനും വൈഷ്ണവും വിജയന്റെ ചേട്ടനും ഭാര്യയും പിന്നെ ഒരു അമ്മാവനും. ഇത്രയും പേരാണ് വിശ്വത്തിന്റെ ഭാഗത്തു നിന്ന് എത്തിയത്. അച്യുതനും നന്ദനും ജിതിനും കൂടി എല്ലാവരെയും പന്തലിലേക്ക് ക്ഷണിച്ചിരുത്തി. നന്ദനെയും സീമയെയും നകുലിന്റെ സഹോദരനും ഭാര്യയുമാണെന്ന് പറഞ്ഞ് അച്യുതൻ എല്ലാവരെയും പരിചയപ്പെടുത്തി. ഒപ്പം വീട്ടിലെ ബാക്കിയുള്ളവരെയും. നിലയെ പിന്നെ വന്നപ്പോഴേ വനജയും ഇതും അടുത്തേക്ക് പിടിച്ചു നിർത്തിയിരുന്നു. എല്ലാവരും എത്തിയോടെ പേരുവിളി ചടങ്ങുകൾ ആരംഭിച്ചു. വിളക്കും നിറപറയും വെച്ച് പേര് വിളിക്കാനായി സ്റ്റേജിൽ പായ ഇടിച്ചു. ജിതിനും നീലിമയും അച്യുതനും അമ്മമ്മയും ഷീജയും പായിൽ വന്നിരുന്നു. നില കുഞ്ഞിച്ചക്കൻ നീലിമയുടെ മട്ടിലേക്ക് കിടത്തി. ആദ്യം ചരടുകെട്ടായിരുന്നു. അച്യുതനാണ് കുഞ്ഞിന്റെ അരയിൽ ചരട് കെട്ടിയത്. ചരട് കെട്ടി കഴിഞ്ഞതും ചെക്കൻ അങ്ങ് കാറി പൊളിച്ചു. ഫോട്ടോ എടുപ്പും ആളും ബഹളും അവൻ അത്ര പറ്റിയില്ല. ഷീജ 2 റൗണ്ട് എഴുതുകൊണ്ടൊന്ന് നടന്ന് കരച്ചിൽ മാറ്റിയിട്ടാണ് അടുത്ത ചടങ്ങിനായി കുഞ്ഞിനെ ജിതിന്റെ മട്ടിലേക്ക് എടുത്തിയത്. വീണ്ടും ഒന്ന് മുഖം ചുളിച്ചു വന്ന ആള് അച്ഛന്റെ കയ്യിലാണെന്ന് കണ്ടു നടങ്ങി. അമ്മമ്മ ഒരു വെറ്റിലെടുത്ത് ജിതിന്റെ കയ്യിൽ കൊടുത്തു. അവനും നീലിമയെ നോക്കി. നീലിമ നിലയെയും. നില ചേച്ചിയെ നോക്കി ഒന്ന് കണ്ണു ചിമ്മി ചിരിച്ചു. നീലിമ സമ്മതപൂർവ്വം തലയാട്ടിയതും ജിതിൻ അവൾക്ക് കൂടി കേൾക്കാവുന്ന വിധത്തിൽ കുഞ്ഞിന്റെ 2 ചെവിയിലും പേര് 3 പ്രാവശ്യം ചൊല്ലി വിളിച്ചു. ആ പേര് ഇഷ്ടപ്പെട്ട പോലെ നീലിമ നിലയെ നോക്കി പുഞ്ചിരിച്ചു. നീലിമയും കുഞ്ഞിന്റെ ചെവിയിൽ പേര് വിളിച്ചു. ശേഷം ബാക്കിലായി സെറ്റ് ചെയ്ത താമരയുടെ ഷേപ്പുള്ള ബോർഡിന്റെ സൈഡിലുള്ള വളിയിൽ പയ്യെ വലിച്ചു. താമര ഇതിലുകൾ 2 സൈഡിലേക്കും വിടർന്നു. കുഞ്ഞിന്റെ ഫോട്ടോയ്ക്ക് മുകളിലായി ആ പേര് മനോഹരമായി സമന്വു എന്ന് എഴുതപ്പെട്ടിരുന്നു. പേര് ഇഷ്ടപ്പെട്ടതുപോലെ എല്ലാവരും പയ്യെ കൈയടിച്ചു. ജിതിൻ കുഞ്ഞിനെ പൊന്നരഞ്ഞാണം ഇട്ടു. ഷീജ ഒരു മാലയും അമ്മമ്മ ഒരു വളയും. എല്ലാവരും കൂടി തൊട്ടതും പിടിച്ചതും ഇഷ്ടപ്പെടാത്ത പോലെ കുഞ്ഞു ചുണുങ്ങി. നീലിമ ജിതിന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി മടിയിലേക്ക് കിടത്തി. നില വേഗം ചേച്ചിക്ക് അടുത്തേക്ക് വന്ന് കയ്യിലെ ചെപ്പ് കിലുക്കി കുഞ്ഞിച്ചകന്റെ ശ്രദ്ധ പിടിച്ചു.
കാഴ്ച നിർത്തി ആ ചെപ്പിലേക്ക് അവന്റെ ശ്രദ്ധ വന്നതും നില അത് ഓപ്പൺ ചെയ്തു ഒരു മാല എടുത്ത് കുഞ്ഞിന്റെ കഴുത്തിലേക്ക് ഇട്ടു. പിന്നെ രണ്ട് വളയും കാലിലേക്ക് തളയും അണിയിച്ചു. നീലിമ അമ്പരന്ന് അവളെ നോക്കി. നീലിമ മാത്രമല്ല, ജിതിനും ഷീജയും അച്യുതനും. അവള് അവരേക്ക് നോക്കി ഒന്ന് ചിരിച്ചു. അമ്മമ്മയ്ക്ക് മാത്രം ഇത് അറിയാമായിരുന്നെന്ന് ആ മുഖഭാവത്തിൽ നിന്ന് അറിയാം. അമ്മയുടെ വീട്ടുകാർ ചെയ്യേണ്ട ചടങ്ങുകൾ. നീലിമയുടെ കണ്ണ് നിറഞ്ഞു. അച്ഛനും അമ്മയും ചുറ്റി നിൽക്കുന്ന പോലെയാണ് അവൾക്ക് തോന്നിയത്. ചേച്ചിയുടെ കണ്ണ് നിറഞ്ഞ കണ്ട് നില അവളെ ചുറ്റിപ്പിടിച്ചു. ബാക്കിയുള്ളവരുടെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു. നകുലനും അംബികയും ഈ സ്റ്റേജിൽ അവർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ. കുഞ്ഞിച്ചക്കന്റെ കരച്ചിൽ തന്നെയാണ് ആ മൂകമായി പോയ അന്തരീക്ഷത്തിൽ നിന്നും എല്ലാവരെയും തിരികെ കൊണ്ടുവന്നത്. എല്ലാവരും കൊണ്ടുവന്ന ഗിഫ്റ്റുകൾ നീലിമയെ ഏൽപ്പിച്ചു. ഒപ്പം ഫോട്ടോ എടുപ്പ് നടന്നു. അച്യുതൻ വിശ്വത്തിന്റെയും കുടുംബത്തെയും സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. ഒപ്പം നിലയെയും. വന്നവർക്ക് എല്ലാവർക്കും നിലയെ വിവാഹം ചെയ്യാൻ പോകുന്ന ആളെന്ന് പറഞ്ഞ് വിശ്വത്തിനെ പരിചയപ്പെടുത്തി. കൂടെ വീട്ടുകാരെയും. നിശ്ചയത്തിന്റെ തീയതി എല്ലാവരെയും അറിയിക്കുക കൂടി ചെയ്തു. അന്നേരം അടുത്തേക്ക് നിന്നവളെ വിശ്വത്വം തലതിരിച്ചു നോക്കി. കയറി വന്നപ്പോൾ ഒരു പുഞ്ചിരി മാത്രം നൽകി പോയവളാണ്. മാറി നിന്ന നേരം അത്രയും സേതിയോടും വൃന്ദയോടും സംസാരമായിരുന്നു അവൾ. എന്നിട്ടും ഇങ്ങോട്ടൊന്നും നോക്കാനോ മിണ്ടാനോ അവൾക്ക് നേരമായില്ല. സാരിയിൽ ഇങ്ങനെ കണ്ടതിന്റെ ഇഷ്ടം മുന്നിട്ട് നിൽക്കുന്ന കൊണ്ട് പരിഭവം കാണിച്ച് മാറി നിൽക്കാനും അവന് കഴിയുന്നുണ്ടായിരുന്നില്ല. അവളിൽ തന്നെ മിഴിയുറപ്പിച്ച് നിന്നൻ പ്രജിൻ കളിയാക്കി വിട്ടത് ഇത്തിരിയൊന്നുമല്ല. എന്തേ? അവന്റെ തലതിരിച്ചുള്ള നോട്ടം കണ്ട് നില തിരക്കി. എന്നാ നമ്മുടെ പ്രണയകാലം ആരംഭിക്കുന്നത്? പ്രണയത്തിന് അങ്ങനെ കാലമൊക്കെ ഉണ്ടോ? പിന്നെ ഉണ്ടല്ലോ. ഞാൻ മറന്നു വെച്ചതും നീ എടുക്കാൻ മറന്നതും ആ പ്രണയകാലമാണ്. അവന്റെ വാക്കുകളുടെ അർത്ഥം ഗ്രഹിക്കാനാവാതെ അവൾ അന്തിച്ചു നോക്കി. അവളുടെ മൂക്കൊന്ന് പിടിച്ചൊലിച്ച് ചിരിയോടെ അവൻ പിൻവാങ്ങി. ഫോട്ടോ എടുപ്പും സദ്യവട്ട നടക്കുമ്പോഴെല്ലാം നില കണ്ണ് വിശ്വത്തിന് തന്നെയായിരുന്നു. പെട്ടെന്നുള്ള അവന്റെ വാക്കുകൾ അർത്ഥം കിട്ടിയില്ലെങ്കിൽ കൂടി എന്തോ തന്റെ പ്രവൃത്തി അവനെ വിഷമിച്ചു എന്ന ചിന്ത അവളിൽ തങ്ങി നിന്നു. അവളുടെ നോട്ടം കണ്ട് ഉള്ളിൽ ചിരിച്ചുകൊണ്ട് അവൾക്ക് മുഖം നൽകാതെ അവനും മാറി നടന്നു. ഒരുവിധം ആളുകളൊക്കെ മടങ്ങിയ ശേഷമാണ് വിശ്വത്തും കുടുംബവും പോകാനിറങ്ങിയത്. വരുന്ന ഞായറാഴ്ച എല്ലാവരെയും വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് വിജയൻ യാത്ര പറഞ്ഞത്. എല്ലാവർക്കും ഒപ്പം നിലയെ കൂടി ബിന്ദു വീട്ടിലേക്ക് ക്ഷണിച്ചു. ശരിയാ, മോളും കണ്ടിരിക്കേണ്ട വീടും പരിസരവും ഒക്കെ. മോളും വരണം. ഷീജയെ മോളെയും കൂട്ടിനെ വരുമ്പോ. വനജയും ബിന്ദു പറഞ്ഞതിനെ അനുകൂലിച്ചു. ഇപ്പൊ എല്ലായിടത്തും ഇങ്ങനെയല്ലേ? മോളെ കൂടി കൂട്ടാ ഞങ്ങൾ. തീർച്ചയായും, മോള് ജീവിക്കേണ്ട ഇടമല്ലേ? അച്ഛന് കൈ കൊടുത്തുകൊണ്ട് പ്രസന്നനും പറഞ്ഞു. അപ്പോ അങ്ങ് വാട്ടോ. അതുവരെ പരവേശപ്പെട്ട് നടന്നവളെ ചേർത്ത് പിടിച്ചാണ് വിശ്വതി യാത്ര പറഞ്ഞത്. അന്നേരം മാത്രമാണ് അവളെ പൊതിഞ്ഞിരുന്ന വീർമുട്ടൽ അകന്നത്. തുടരും സ്നേഹത്തോടെ അഭിനവി.